KSRTCയിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര. എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പദ്ധതിയുടെ പേരാണ് പ്രിയദർശിനി. 2026 ജൂൺ മാസം 15-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എന്നാലുണ്ടല്ലോ ഇവിടെ നമ്മുടെ കേരളത്തിലല്ല ഇങ്ങനത്തെ ഒരു പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കിയത് 2019 ന്യൂഡൽഹി, 2021 തമിഴ്നാട്, 2023 കർണാടക എന്നിവിടങ്ങളിലും നടപ്പിലാക്കി. ഈ പ്രിയദർശിനിക്ക് വേണ്ടി പ്രതിവർഷം വേണ്ടിവരുന്ന തുക എന്ന് പറയുന്നത് 800 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള നിയമസഭയിൽ 2026 ജൂൺ മാസം 4 ധവളപത്രം അവതരിപ്പിച്ചു. അതിൻ്റെ അകത്ത് പൊതുകടം എന്ന് പറയുന്നത് 4.05 ലക്ഷം കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം കൂടുതൽ കടക്കണിയിലോട്ട് പോകുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഗതാഗത സംവിധാനം സൗജന്യമാക്കിയ രാജ്യമാണ് എസ്റ്റോണിയ എന്ന് പറയുന്നത്. അവിടെ ഗതാഗത സംവിധാനം സൗജന്യമാക്കുക വഴി അതുവഴി ലാഭിച്ച തുക കൊണ്ട് അവർ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അതിലൂടെ നികുതി ലഭിച്ചു. അങ്ങനെ അവിടുത്തെ സർക്കാർ വിജയിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ കേരളം ഈ പദ്ധതിയിലൂടെ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള അച്ഛനമ്മമാർ, ഭിന്നശേഷിക്കാർ, ഇവരെ കൂടെ ഈ പ്രിയദർശിനി എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ?